നമസ്കാരം എല്ലാവർക്കും. ഇന്നത്തെ മഴത്തോറും മുൻപേ എപ്പിസോഡ് പ്രേക്ഷകരെ ഒരുപാട് ഇമോഷണൽ ആക്കിയ ഒരു ഭാഗമായിരുന്നു. കുടുംബബന്ധങ്ങളുടെ വിലയും തെറ്റ് തിരിച്ചറിഞ്ഞ് മാപ്പ് പറയാനുള്ള ധൈര്യവും ഈ എപ്പിസോഡിൽ വളരെ ശക്തമായി കാണിച്ചു. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ചിന്നുമോളെ കുറിച്ചുള്ള വലിയൊരു ചർച്ചയാണ് നടക്കുന്നത്. ചിന്നുമോളെ സ്വന്തം മകളെ പോലെ വളർത്തണമെന്ന ആഗ്രഹം തുറന്നു പറയുകയാണ് ആന്റി. എന്നാൽ നിയമപരമായ പല തടസ്സങ്ങളും കാരണം ദത്തെടുക്കൽ അത്ര എളുപ്പമല്ലെന്ന് സിസ്റ്റർ വ്യക്തമാക്കുന്നു. അതിനു പിന്നാലെ സ്പോൺസർഷിപ്പ് എന്നൊരു പുതിയ മാർഗം മുന്നോട്ടു വയ്ക്കപ്പെടുന്നു. മികച്ച വിദ്യാഭ്യാസവും സൗകര്യങ്ങളും നൽകി ചിന്നുമോളുടെ ജീവിതം മാറ്റാമെന്ന വാഗ്ദാനവും അവിടെ ഉയരുന്നു. ഈ സംഭാഷണങ്ങൾ എല്ലാം തന്നെ ചിന്നുമോളുടെ ഭാവിയെക്കുറിച്ചുള്ള വലിയൊരു സൂചന നൽകുന്നവയാണ്. അതേസമയം മനുവും അലീനയും തമ്മിലുള്ള ഫോൺ സംഭാഷണം എപ്പിസോഡിന് ഒരു ചെറിയ ലളിതമായ ഭാവം നൽകി. തമാശകളും കളിയാക്കലുകളും നിറഞ്ഞ ആ സംഭാഷണത്തിൽ ഇരുവരുടെയും അടുപ്പം കൂടുതൽ ശക്തമാകുന്നതാണ് കാണാൻ കഴിഞ്ഞത്. പപ്പടം കരിഞ്ഞുപോയ സംഭവവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള സംഭാഷണങ്ങളും പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും ചെയ്തു. പക്ഷേ എപ്പിസോഡിന്റെ ഏറ്റവും ശക്തമായ രംഗം പിന്നീട് ആയിരുന്നു. രോഹിത്തിനെ വിളിച്ച് സംസാരിക്കുന്ന ചേച്ചി അവനോട് ഒരു പ്രധാന കാര്യം പറയുകയാണ്. ഈ വീട്ടിൽ എല്ലാവർക്കും അവൻ കാരണം ഒരുപാട് വിഷമം ഉണ്ടായെന്നും അതുകൊണ്ട് അച്ഛനോടും സഹോദരിമാരോടും മാപ്പ് പറയണമെന്ന് അവൾ മനസ്സിലാക്കിക്കുന്നു. ആദ്യത്തിൽ അല്പം മടിച്ചെങ്കിലും ഒടുവിൽ രോഹിത്ത് അച്ഛന്റെ മുന്നിലെത്തുന്നു. അച്ഛനോട് ക്ഷമ ചോദിക്കാൻ വന്നതാണ് എന്ന രോഹിത്തിന്റെ വാക്കുകൾ കേട്ട നിമിഷം തന്നെ ആ രംഗം വളരെ വികാരഭരിതമായി മാറി. മകന്റെ കണ്ണീര് കണ്ട അച്ഛനും അധികം ദേഷ്യം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ലടാ എന്ന് പറഞ്ഞ് അച്ഛൻ അവനെ ആശ്വസിപ്പിക്കുന്ന രംഗം പ്രേക്ഷകരുടെ മനസ്സിൽ തൊടുന്ന ഒന്നായിരുന്നു. അതിനുശേഷം സഹോദരിമാരോടും രോഹിത്ത് സോറി പറയുന്നു. കോളേജിൽ പോകാൻ പോലും ബുദ്ധിമുട്ട് അനുഭവിച്ച സഹോദരിയുടെ വേദനയും അവിടെ തുറന്നു പറയപ്പെടുന്നു. എന്നാൽ ഒടുവിൽ കുടുംബം വീണ്ടും ഒരുമിക്കുന്ന സൂചനകളാണ് ഈ എപ്പിസോഡ് നൽകിയത്. എന്നാൽ അവസാന ഭാഗത്ത് വീണ്ടും ഒരു ടെൻഷൻ സീൻ. അച്ഛന് പനി കൂടിയതോടെ വീട്ടിൽ വീണ്ടും ആശങ്ക നിറയുകയാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ എന്താകും സംഭവിക്കുക എന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. മനുവിന്റെയും അലീനയുടെയും ബന്ധം ഇനി കൂടുതൽ ശക്തമാകുമോ? രോഹിത്തിന്റെ മാറ്റം കുടുംബത്തെ വീണ്ടും ഒന്നിപ്പിക്കുമോ? ചിന്നുമോളുടെ ജീവിതത്തിൽ പുതിയ വഴിത്തിരിവ് വരാനിരിക്കുകയാണോ? ഇതെല്ലാം അറിയാൻ അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ ഇത്തരത്തിലുള്ള സീരിയൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്.